ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. നൂല് വലിച്ചിട്ട് എങ്ങനെയാണ് തുണിയിൽ പ്ലീറ്റ്സ് ഇടുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരാം. കാരണം കുറച്ച് പേരായിട്ട് ഇപ്പോൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അവർക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് സാധാ മെഷീനാണ്, മെറിറ്റിൻ്റെ മെഷീനാണ്. ഇതൊരു 6 വർഷം മുൻപ് വാങ്ങിച്ചതാണ് കേട്ടോ. അതാണ് കളറൊക്കെ പോയിട്ട് അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നത്. അഴുക്കല്ല കേട്ടോ, കറ പറ്റുന്നതാണ്. നമ്മൾ ഈ നൂല് വലിച്ചിട്ട് പ്ലീറ്റ്സ് ഇടുമ്പോഴത്തേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റിച്ചിങ്, വലിയ സ്റ്റിച്ചിങ്ങിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു നോബ് ഈ സാധാ മെഷീനിലുണ്ട്. ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് മെഷീൻസിലും ഇതേപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോബ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതേപോലെ തിരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മുകളിലോട്ടും പറ്റും, താഴോട്ടും പറ്റും. അപ്പോൾ ഇതിന് 2 പാർട്ടാണ് കേട്ടോ ഉള്ളത്. മുകളിലോട്ടും ഉണ്ട്, താഴോട്ടും ഉണ്ട്. അപ്പോൾ ഇത് 2 കളറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മുകളിൽ ഈ ഗോൾഡൻ കളറിലെ ഈ ഒരു പോർഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത്. താഴോട്ടിട്ട് ഒരിക്കലും സ്റ്റിച്ച് ചെയ്ത് താഴോട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിച്ചിങ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് നേരെയാണല്ലോ പോകുന്നത്. ഇത് താഴോട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നതായിട്ട് കാണാം. ഇത് സാധാ മെഷീനിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇതുള്ളത്. അഡ്വാൻസ്ഡ് മെഷീൻ്റെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ നോർമലി ഞാൻ ഈ ഒരു പോർഷനിൽ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്, സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് അത്യാവശ്യം അടുപ്പിച്ചുള്ള സ്റ്റിച്ചിങ് ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതേപോലെ നൂല് വലിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഇത് കൊണ്ടുവന്ന് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്ന് വെക്കണം, ഏറ്റവും മുകളിൽ കൊണ്ടുവന്നിട്ട് വെക്കുക. എന്നിട്ടത് ടൈറ്റായി കൊടുക്കണം. ഓക്കെ, എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മുകളിലോട്ട് പോകും തോറും സ്റ്റിച്ചിങ്ങിൻ്റെ അകലം കൂടി വരും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ നൂല് വലിച്ചിട്ട് പ്ലീറ്റ്സ് ഇടാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം വീണ്ടും ഈ നോബ് താഴോട്ടാക്കി നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നിങ്ങനെ ലൂസാക്കുക, എന്നിട്ട് ഇത് മുകളിലോട്ട് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കാണിക്കാനായിട്ട് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോക്കൊന്നും തയ്ക്കാനല്ല, ജസ്റ്റ് നിങ്ങളെ പ്ലീറ്റ്സ് ഇട്ട് കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ഏകദേശം ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അറ്റം വരെ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നൂലിങ്ങനെ വലിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കളയാനായിട്ട്. ഏറ്റവും അറ്റത്തുനിന്ന് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. ഇതേപോലെ കുറച്ച് നൂല് ആദ്യമേ തന്നെ വിട്ടേക്കണം. ഇപ്പോൾ നമുക്ക് 2 നൂലായിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു നൂല് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒരു നൂല് ഇതേപോലെ എടുത്തു വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് വരുന്ന നൂലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ മുകൾ ഭാഗത്ത് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് താഴ്ഭാഗത്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഞാൻ മുകൾ ഭാഗത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. എന്നിട്ട് ഇതേപോലെ ഈ തുണിയൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. കണ്ടോ, ഇതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നൂല് വലിക്കരുത്. തുണി വേണം ഇങ്ങനെ ബാക്കിലോട്ട് ആക്കി കൊടുക്കാനായിട്ട്. നൂലിങ്ങനെ പിടിച്ച് വലിച്ചാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നൂല് അതേപോലെ തന്നെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് തുണി ഇതേപോലെ പതുക്കെ ഇങ്ങനെ ഇതേപോലെ അങ്ങ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുരുക്കി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് ഇടുമ്പോഴത്തേക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്റ്റിച്ചിങ്, നമ്മൾ വലിയ സ്റ്റിച്ചിങ് വേണം ഇടാനായിട്ട്. അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതേപോലെ പ്ലീറ്റ്സ് ഇടാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സൈഡിൽ നിന്നുകൂടെ ഇതേപോലെ ചുരുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മുകളിലത്തെ നൂലെടുത്തിട്ടായിരുന്നു വലിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഒരിക്കലും മുകളിലത്തെ നൂല് തന്നെ പിടിച്ച് വലിക്കരുത്. നമ്മൾ താഴത്തെ നൂല് വേണം പിടിച്ച് വലിക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഇവിടെ നമ്മൾ മുകളിലത്തെ നൂല് പിടിച്ച് വലിച്ചാൽ അത് അവിടെ സ്റ്റക്കായി പോകും. പിന്നെ നമ്മൾ താഴത്തെ നൂല് പിടിച്ച് വലിച്ചാലും പ്ലീറ്റ്സ് വീഴില്ല. അപ്പോൾ എനിക്കിതൊക്കെ പണ്ട് പറ്റിക്കൊണ്ടിരുന്ന അബദ്ധങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചെയ്ത് ആണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിലും വീണ്ടും ട്രൈ ചെയ്യുക. വീണ്ടും ട്രൈ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ട് എനിക്കിത് ഒട്ടും പറ്റത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ആവശ്യമായതുകൊണ്ട് വീണ്ടും നമ്മൾ ചെയ്ത് പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകലം കൂട്ടണമെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ അതൊന്ന് അകത്തി കൊടുത്താൽ മതി.
പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്പീഡിൽ ഇത് ചെയ്യരുത്. പതുക്കെ പതുക്കെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇടയ്ക്ക് വെച്ച് നൂല് പൊട്ടിപ്പോയാൽ അത് നമുക്ക് പിന്നെയും പണിയാവും. അപ്പോൾ പതുക്കെ പതുക്കെ വേണം ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ കൂടെ ചെയ്തേക്കുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്